ഈ ഒരു കോർണർ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ലൈറ്റ്, അതിന് ചെറിയൊരു ബ്ലോക്കല്ലേ വേണ്ടത്? ഇവിടെ ലൈറ്റ് ശരിയാവില്ല, നമുക്ക് വേറെ നോക്കാം. ആണോ? ഇവിടെ ഇവിടെ പൂജാമുറി ഒന്നും കാണുകയല്ല. അപ്പുറത്തൊക്കെ നമ്മൾ നോക്കിയതല്ലേ? നോക്കിയതാ. ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ ഇത് കൊള്ളാലോ. ഹരി, ഇവിടെ ഓക്കെ അല്ലേ? ചെറിയൊരു ബ്ലോക്ക് പോരെ? ലൈറ്റ് നൈസ് ആയിരിക്കും. ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഫിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കേ ഈ സോഫയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വിളക്ക് കത്തിക്കാനുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും. കണ്ടിന്യൂറ്റി ആണ്. ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ക്ലോസ് ഷോട്ട് മാത്രം മതി. ശ്യാമേ, മൃദുവിനെ വിളിക്കുകയാണെങ്കിലേ അവളുടെ കൈ കൊണ്ട് കത്തിക്കുന്നതിൻ്റെ ക്ലോസും കൂടെ ഒന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഉല്ലാസ വിളക്ക്. ഉല്ലാസ ഒരു കീനോ എടുക്കുക. നമുക്ക് ടോപ്പ് ചെയ്യുന്ന കൊടുക്കാം. എടാ ഇത് മതിയാ? അതെ, കുറച്ച് ലെഫ്റ്റിലേക്ക്, കുറച്ച് ഇപ്പുറത്ത്. ഓക്കെ. സോഫി, ഒരു 2-3 A4 ഷീറ്റ് പേപ്പർ തന്നെ. എന്തിന്? മാറ്റി എഴുതാനാ. എന്റെ പൊന്നു ജോജി, ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കൂടിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. എടി, ഇന്ന് പാക്കപ്പ് അല്ലേ? റോഷൻ ചേട്ടൻ പറഞ്ഞു കുറച്ച് നേരത്തെ എഴുതി കൊടുക്കാനായിട്ട്. റോഷൻ ചേട്ടൻ ബാറ്റ ആ നടന്ന തന്നെ. യോ ഡി, നീ ഒന്ന് ഡാർക്ക് അടിക്കാതെ 2 പേപ്പർ താടി. എന്നാ എടുത്തോണ്ട് പോ. ഒരു ചാട. ഇവളൊക്കെ ഡയറക്ടർ ആയാലേ ഞാനൊക്കെ പണിയെടുത്തിട്ട് പോകേണ്ടി വരും. ആർട്ടിസ്റ്റ് റെഡി അല്ലേ? ഹരി റെഡി. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. ക്ലാപ്പ് ഇൻ. ആക്ഷൻ. ഓക്കെ അല്ലേ ഹരി? മൃദു, കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? बहुत मुश्किल था. डायरेक्टर ने बोला मेरा हाथ यूज करने के लिए. हीरोइन लेट था ना एक्चुअली, तो इसलिए मेरा हाथ यूज किया. എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. വലിയ ഉപകാരം. എന്റെ പൊന്നോ. ആർട്ടിസ്റ്റ് എത്തിയില്ലേ? അല്ല, ആർട്ടിസ്റ്റ് താനയിൽ എന്താണ് തപ്പണത്? അല്ല, ഞാൻ ആർട്ടിസ്റ്റിനെ വിളിച്ചായിരുന്നു. വരും. എപ്പോ? ഓൺ ദി വേയാ. വരുമ്പോ പറഞ്ഞാൽ മതി, ഞാനേ ഇവിടെ ഇരുന്നോളാം. അപ്പൊ അവര് വരുമ്പോഴത്തേക്കേ എന്തെങ്കിലും ഈ ചെറിയ സീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാറുണ്ടല്ലോ. മറ്റേ ഈ മെഴുകുതിരി കത്തിക്കുന്നതോ സാമ്പ്രാണിത്തിരി കത്തിക്കുന്നതോ അങ്ങനെ വല്ലോ. ഇനി ഇവിടെ കത്തിക്കാനായിട്ട് ഒന്നേ ഉള്ളൂ. എന്നാ അത് കത്തിക്കാം. അത് തന്നെയാ കത്തിക്കാൻ വന്നേക്കും. ബൈജു സാർ ഇറങ്ങിയോ? നിന്നെ സാറേന്ന് വിളിച്ചല്ല, ബൈജു സാർ ഇറങ്ങിയോ സഞ്ജയ് സാർ ഇറങ്ങിയോ എന്നാണ് ചോദിച്ചത്. ഫുഡ് ലൊക്കേഷനിൽ വന്നിട്ടില്ല. ശരി. അതെ, പോരും. വന്നോണ്ടിരിക്കാം. വരട്ടെ. മഞ്ചേട്ടാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചെല്ല്. അതെങ്കിലും നടക്കട്ടെ. വാ വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് എന്താടാ? ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി, ദോശ, ചട്നി, സാമ്പാർ, മുട്ടക്കറി. അപ്പൊ ഉപ്പുമാവില്ലേ? ഉപ്പുമാവില്ല. ഞാനിന്നലെ പറഞ്ഞുള്ളൂ എനിക്ക് ഉപ്പുമാവ് വേണം. അതെ. റോഷ, എന്തോ വന്നോണ്ടിരിക്കാം. ഉപ്പുമാവോ? അതെന്നാ? ഞാൻ തന്നോട് പറഞ്ഞല്ലേ എനിക്കിന്ന് ഉപ്പുമാവ് വേണമെന്ന്. ഉപ്പുമാവില്ലടാ. ഇല്ല. നിങ്ങളെന്താ പൊട്ടം കളിക്കും? അത് ഞാൻ ആ മെസ്സിലെ പയ്യനോട് പറഞ്ഞാന്ന്. എന്ത് പണിയാണ്? ഞാനേ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്കൊരു കൺസിഡറേഷൻ കിട്ടാത്തടത്ത് നമ്മൾ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? പിസയും ബർഗറൊന്നുമല്ലല്ലോ, ഇച്ചിരി ഉപ്പുമാവല്ലയോ ചോദിച്ചേ. അടുത്തങ്ങ് ഹോട്ടലില്ലാതായി പോയി. ഇല്ലേ പോയി കഴിച്ചേനെ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, എന്നെ വിളിക്കണ്ട. ഇതന്നെ കാറ് വിറ്റോ? എൻ്റെ പൊന്നെ, പടം പാക്കപ്പ് ആവുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർ കാറ് വിറ്റു എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനിൽ എൻ്റെ വില എന്നാ? ടോണി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പാക്കപ്പ് ആയി കഴിഞ്ഞിട്ട് നാളെ സമാധാനമായിട്ട് വിറ്റാ പോരെ? നമുക്ക് നല്ല പാർട്ടി ഉണ്ടായിരുന്നു. കാറ് വിറ്റ് തെണ്ടി ഇവിടെ ഫീൽഡ് ആയതുകൊണ്ടൊക്കെ മാറ്റി പാർക്ക് ചെയ്തല്ലേ? അവിടെ ഉണ്ടോ? ഇവിടെ സീൻ എന്താ? ഇവിടെ ഉപ്മാവും പാക്കപ്പോ അത്ര രാവിലെ അല്ലെന്ന്. ഉപ്മാവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡയറക്ടർ ഷൂട്ട് നിർത്തിച്ചേക്കോ. അവന് ഞാൻ ഉണ്ടോറിട്ട് കൊടുക്കാം. അങ്ങനൊന്നും പറയല്ലേ. 4 പടം അടുപ്പിച്ച് പൊട്ടിയുമ്പോഴത്തേക്കും ആ പുള്ളി ചെയ്ത OTT പടം കണ്ടല്ലേ കടം തീർത്തതും ഈ പടം എടുക്കാറായതും. അതിന് പുള്ളിയുടെ ഉപ്മാവ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അംഗീകരിക്കണം. എന്നാ ആരെങ്കിലും വിട്ട് കുറച്ച് ഉപ്പുമാവ് വാങ്ങിച്ച് 16 അടി നടത്തണം. അതല്ലേ ടോണി പ്രശ്നം. അങ്ങനെ വിടാൻ ഇവിടെ ആരാ ഉള്ളേ? ടോണി നോക്കൊരു സിനിമാ ലൊക്കേഷനാ. ആകെ 17 പേരല്ലേ ഉള്ളത്. ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ 16 ആവും. അത്
ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കണം, ഒരു പണിയില്ലാതെ നിൽക്കണം ടോണി മാത്രമേ ഉള്ളൂ. അതിന് ടോണി പോയി വാങ്ങിച്ചുകൊണ്ടിരുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് നടക്കും. ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊഡക്ഷൻ മാനേജറെ വെക്കാൻ. അന്നേരം എന്നെ എന്നോട് പറഞ്ഞ് ചെറിയ പടമാണ്, ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞ് വെച്ചോ. പിന്നെ ഞാൻ എന്നെ ചെയ്യും. ഉപ്പാങ്കി ഉപ്പാവും, ഞാൻ തന്നെ പോവാം. ഒന്ന് ചാടി ചാടി നിൽക്കും ടോണി ഒന്ന്. इस सेट में ये ड्रेस सही रहेगा क्या? ചേച്ചി इस टाइप से. ഓക്കെ ओके ओके. ഈ ഡെയിലി മേക്കപ്പും തലയിൽ ക്രീം തേക്കലൊക്കെ റിസ്ക് അല്ലേ? അതിന് അവരൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുന്നേ അല്ലേ? അതെ അതെ അതെ. രാജേഷ് നയൻതാരേനെ മേക്കപ്പ് ചെയ്തിണ്ടാ? നയൻതാരേനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോന്ന്? പിന്നെ തുടക്കകാലത്ത് ഇപ്പൊ മാഡത്തിന് പേഴ്സണൽ മേക്കപ്പ് മാനൊക്കെ ആയി. എന്തൊരു ക്യൂട്ടല്ലേ അവര്. അത് മാം അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ടാ. മൃദുല ഇതിനു മുന്നേ ഏതെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ ഇതൊക്കെ പഠിച്ചിട്ട് വന്നതാണോ? മൃദുല ബോളിവുഡിലെ ടോപ്പ് ഡിസൈനർ അല്ലേ? ഞാൻ ഡിസൈനർ ഡിപ്ലോമ കഴിഞ്ഞു ശേഷം 2-3 പേരുടെ കൂടെ അസിസ്റ്റ് ചെയ്തു, പിന്നെ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ അമലോ? ഇത് എന്തോന്നത്, ഇന്റർവ്യൂ ആണോ? നീ ഒന്ന് ചുമ്മാ ഇരുന്ന് അവരുടെ ജോലി കിട്ടെ. പിന്നെ ഇതൊക്കെ ചോദിക്കണ്ടേ? സാർ എയർഫോഴ്സിലാണല്ലേ? അതെ. അതെങ്ങനെ അറിഞ്ഞ്? അതൊക്കെ എനിക്കറിയാം. സാറിന്റെ ഫാദർ ആർമിയിലായിരുന്നെന്നും നിങ്ങൾ ആസാമിലായിരുന്നെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാം. ഓ അമ്മയ്ക്ക് കൊറേ നാള് കൂടിയിട്ട് ഒരാളെ കിട്ടിയതല്ലേ, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാവും. അതെ, നല്ല മുത്തശ്ശി. അതേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ? ഫുഡ് എത്തിയ? പിന്നെ ഫുഡൊക്കെ എപ്പോഴേ എത്തി? എന്നാ വാ നമുക്ക് ഫുഡ്. അയ്യോ വേണ്ട, നിങ്ങൾ ചെല്ല്, ഞങ്ങള് കഴിച്ചാ. അത് ശരിയാവില്ല. ഞങ്ങൾ നിങ്ങൾക്കുള്ള ഫുഡ് കരുതിണ്ടെന്നേ. വാ ചേച്ചി. അയ്യോ ഇടക്കൊരു ചേഞ്ചിന് ഞങ്ങൾ സിനിമാക്കാരുടെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നേ. മേഡം വരൂന്നേ. എന്നാ നോക്കാല്ലേ? നയൻതാര എങ്ങനെ ഇത്ര ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന അറിയൂ? ലൊക്കേഷനിൽ ഫുഡ് കഴിച്ചിട്ടാ. വാ വാ. ശ്യാമേടാ ഞാൻ വിട്ടു. നീരേഷ് വിട്ടോട്ടാ. ഹായ്. എന്താ സഞ്ജു? അച്ഛാമേ ഇവിടെ 7 മണി ഔട്ടാക്കണം കേട്ടോ. അയ്യോ, ഇന്ന് നൈറ്റ് ഷൂട്ട് ഉണ്ടല്ലോ. മാത്രമല്ല ഇന്ന് പാക്കപ്പ് ഡേ അല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ, എനിക്കിന്ന് പോയിട്ട് ചാനലിൽ പരിപാടി ഉണ്ട് കേട്ടോ. നടക്കൂല ബ്രോ, സീനോ. ഒരു മിനിറ്റ്. റെഡിയല്ലേ? ഇവനൊക്കെ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി ഡേറ്റും ചോദിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. നീ ഞാൻ കാണിച്ചു കൊടുക്കാം. മേക്കപ്പ് എവിടാ? അകത്താണ് സാർ. എന്തോ പണി വരുന്നുണ്ട്. പിന്നെ വന്നു. ചെല്ല് ചെല്ല്. എന്താ സാറേ? എടോ തനിക്ക് ഈ വീടല്ല വേറെ ലൊക്കേഷനും കിട്ടില്ലേ? ആണ് സാറേ. എടോ ഇവിടെ ആൾക്കാർ താമസമില്ലേ? അല്ല സാറേ, ഇന്നലെ വൈകിയാണ് വീട് സെറ്റായതേ. അപ്പൊ പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കാൻ പറ്റിയില്ല. തന്നെയല്ല, അവരെല്ലാം സാറിന്റെ ഭയങ്കര കടുത്ത ആരാധകരാ. മോളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം, സെൽഫി ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് നിന്ന് പോയെന്റെ. അതെ സാറേ. എന്നെ സാറേ പ്രൊഡ്യൂസർ വന്നോ? പ്രൊഡ്യൂസറും വന്നു, ഭാഗം വന്നു, ക്യാഷറും വന്നു സാറേ. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. എന്നാ ശരി, ഞാൻ പോയി മേക്കപ്പ് ചെയ്യാം. സാറേ അതൊരു പിടിയില്ലോ സാറേ. അത് ഞാൻ അസോസിയേറ്റിനെ പറഞ്ഞോളാം സാറേ. പുള്ളിയാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ സെറ്റാവില്ല സാറേ. എന്താ സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചു. എന്നാ സാറ് ചെല്ലേ. അല്ല സാറിനെ കൊണ്ടുപോടാ. വെയിൽ കൊള്ളിക്കില്ല കേട്ടോ. അല്ല സാറേ, ഈ വീടിന് എന്താ കുഴപ്പം? നല്ല വീടല്ലേ? വീടൊക്കെ ഓക്കേടാ, പക്ഷെ ആ വീട്ടുകാരൻ എന്നേക്കാൾ ഗ്ലാമർ ഉണ്ടോന്നൊരു ഡൗട്ട്. അതെനിക്കും തോന്നി. നീ ആരാ ഒരാളെ? ഗൗരി ഇപ്പൊ എത്തും. മനു, ഡൈനിങ് ടേബിൾസിൽ ലേക്ക് ഏത് ഷർട്ട് കൊടുക്കണം? ഷർട്ട് വേണ്ട നമുക്ക് ഈ ടീഷർട്ടില് ഐ തിങ്ക് ബ്ലാക്ക് ഈസ് ഫൈൻ. ബ്ലാക്ക്. ഹരി ബ്ലാക്ക്. ഗൗരിയുടേതാ? പിങ്ക് വിത്ത് വൈറ്റ് സ്ട്രൈപ്പ്. ബ്ലാക്ക് കോൺട്രാസ്റ്റ് ആയിരിക്കില്ലേ? ഇതിലേ ഏറ്റവും മോശം തെരഞ്ഞെടുക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ കറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കും. അതെ, ഗൗരി വരുന്നുണ്ട്.
ഈവനിങ്. മനു സോറിടാ, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? കുഴപ്പമില്ല. നിന്റെ ഡ്രസ്സ് പൊളിച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂം. ഓ, അപ്പൊ മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഫുൾ സെറ്റായി വന്നിരിക്കും അല്ലേ? ഡെഡിക്കേഷൻ. കോസ്റ്റ്യൂം ഞാൻ ഇന്നലെ മൃദുലയായിരുന്നു മേടിച്ചായിരുന്നു. മേക്കപ്പ് പിന്നെ അഞ്ജുനെ കൊണ്ടൊന്ന് സോഫ്റ്റ് ടച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ല, കൃത്യമായിട്ട് അളവൊന്നുമില്ലേ? ആ അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, അതുകൊണ്ടല്ലേ അവളെ തന്നെ കാസ്റ്റ് ചെയ്തത്. അല്ലയോടി?